യഥാർത്ഥ വിസ്മയം നാളെ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ആദ്യത്തെ 55 പേരുടെ ലിസ്റ്റ് ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് യാതൊരു വിസ്മയവും കാണുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, വളരെ ദയനീയമായ ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വിസ്മയം നാളെ വരാനിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്ന് വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജും സതീശന്റെ നിൽപ്പും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു അപാകത മണക്കുന്നുണ്ട്. നാളെ ആ കാത്തിരിക്കുന്ന വിസ്മയം എന്താണ് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, എം പിമാർ മത്സരിക്കേണ്ട എന്ന ആ കേരള ഘടകത്തിൻ്റെ ആ തീരുമാനത്തിന് മുകളിൽ രാഹുൽ ഗാന്ധി നിർബന്ധിതനായി മാറും. ചില പ്രധാനപ്പെട്ട എം പിമാർക്ക് മത്സരിക്കുവാൻ അനുമതി കൊടുത്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ചില എം പിമാർ അവസാന നിമിഷം ലിസ്റ്റിൽ ഇടം പിടിക്കും എന്നാണ് ITV ന്യൂസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് പുറത്തുവിട്ട ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ചില സുപ്രധാനമായ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, അതുപോലെ അടൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, കോന്നിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, അതുപോലെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിലവിൽ എം പിമാരായി തുടരുന്നവർ വരുവാനാണ് സാധ്യത കൂടുതൽ. അതിൽ ഈ ഒഴിച്ചിട്ട ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് കണ്ണൂർ, അടൂർ, കോന്നി, ആലപ്പുഴ ഈ മണ്ഡലങ്ങളിൽ എം പിമാർ, നിലവിലുള്ള സിറ്റിംഗ് എം പിമാർ നിയമസഭാ മത്സര രംഗത്തേക്ക് വരുവാൻ സാധ്യതയുള്ളതിൽ ഏറ്റവും പ്രധാനി ഒന്ന് കെ സുധാകരൻ, കണ്ണൂരിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യത വളരെ വലിയ കൂടുതലാണ്. കാരണം അപ്രകാരം അദ്ദേഹത്തെ മത്സരിപ്പിച്ചില്ലെങ്കിൽ സുധാകരൻ ഇപ്പോഴും കടുത്ത നിലപാടിലാണ്. അതുപോലെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും UDF-ന് കനത്ത തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സുധാകരനെ ഡിസ്കാർട്ടഡ് ആക്കി, അദ്ദേഹത്തിന് ഒരു ഡിസ്കാർട്ടഡ് ഫീലിംഗ് ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കും എന്ന് വേണം അനുമാനിക്കാൻ. അതുപോലെ അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിനെ ഇപ്പോൾ കെ സുധാകരനെയും അതുപോലെ തന്നെ അടൂർ പ്രകാശിനെയും മാത്രം മത്സരിപ്പിച്ചാൽ പോരാ, അതിൽ മറ്റ് പ്രമാണിമാരായിട്ടുള്ള മുതിർന്ന എം പിമാർ ഇവരെ കൂടി പരിഗണിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് കരുതി ഞാൻ ഈ പറഞ്ഞ ആളുകളെ കൂടി പരിഗണിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അടൂരിൽ കൊടിക്കുന്നിലിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കുവാനുള്ള വളരെയേറെ സാധ്യതയുണ്ട്. താൻ മത്സരിക്കുന്നില്ല എന്ന് പലവട്ടം KC വേണുഗോപാൽ പറഞ്ഞു എങ്കിലും ആലപ്പുഴയിലും സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാലും മത്സരരംഗത്തേക്ക് വരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എങ്കിലും ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉറപ്പായും വരാൻ സാധ്യതയുള്ള രണ്ടേ പേരാണ് കെ സുധാകരനും അടൂർ പ്രകാശും. മാത്രമല്ല, ഒരുപക്ഷെ ഈ പറഞ്ഞ 3 പേരുടെ കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും കൂടി മത്സരരംഗത്തേക്ക് വരുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് യഥാർത്ഥ വിസ്മയം വരാനിരിക്കുന്നതേയുള്ളൂ. നാളെ ഇപ്രകാരം ഒരു വിസ്മയത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.